പടം എങ്ങനെയുണ്ട്? അപ്പോൾ ഒരു കഥ പറയുന്ന സിനിമ കണ്ടു. നമ്മുടെ റായ് സിദ്ദിഖേട്ടൻ കഥേരിയെ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു സെന്റിമെന്റ്സ് ഇമോഷണൽ ഫാമിലി ത്രില്ലറാണ്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സീമാജി നായർ, ഷോപ്പി തിലകൻ, നമ്മുടെ അരിസ സുരേഷ് ചേട്ടൻ, പിന്നെ മൺമറഞ്ഞ പോയ കലാകാരൻ കൊച്ചു പ്രേമേട്ടൻ. അപ്പോൾ ഒരുപാട് അഭിനയിച്ച സിനിമയാണ്. ഫൈറ്റ് ഉണ്ട്, ഇടിയുണ്ട്, മാസുണ്ട്, നല്ല ക്ലൈമാക്സ് ഉണ്ട്, ജീവിതഗന്ധിയായ കഥാമുഹൂർത്തങ്ങളാണ് ഒരു കഥയും പറയുന്ന സിനിമയിലെ റായ് സിദ്ദിഖ് സാറും പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള നമ്മുടെ മധുസൂദനൻ മാവേലിക്കര സാറും വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സാറേ, പടം കണ്ടോ? എങ്ങനെയുണ്ട് പടം? എന്തായാലും പടത്തെ പറ്റി അല്ല, അഭിനയിച്ച ആൾക്കാരെ എങ്ങനെയുണ്ട്? എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടാണ് ഈ സിനിമ പുറത്തിറങ്ങി? ഇത് ഒരു 6 വർഷം കഴിഞ്ഞു. ഇത് 7ാമത്തെ ആണല്ലേ? അപ്പോൾ ഇതില് അഭിനയിച്ച ആള് തന്നെയായിരുന്നോ ശരിക്കും ഇതില് ഫിക്സ് ചെയ്തത്? അല്ല, നേരത്തെ കിട്ടില്ലേ? ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ കഥ പറയും നേരുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ഹായ് സാർ, വെൽക്കം. അപ്പോൾ പടത്തെ പറ്റി എന്താണ് അഭിപ്രായം? പടത്തെ പറ്റി ഇത് എന്താ പറഞ്ഞാൽ ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്നു. ഒരു ഫാമിലി കുറേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു ഫാമിലി കഥയാണ്, കുടുംബകഥയാണ്. റായ് സിദ്ദിഖേട്ടൻ ഡയറക്ഷൻ ചെയ്തു, കഥ എഴുതി. അപ്പോൾ എങ്ങനെയാണ് നായകനിലേക്ക് എത്തിയത്? നായകനിലേക്ക് എത്തിയെന്ന് പറയാൻ ഞങ്ങൾ നേരത്തെ ഇദ്ദേഹത്തിനെ അല്ല ഫിക്സ് ചെയ്തു. ഇത്ര ഉദ്ദേശിച്ചിട്ടായില്ലായിരുന്നു. പല നമ്മുടെ ആക്ടേഴ്സിൻ്റെ അടുക്ക ചെന്നിട്ട് കഥ പറഞ്ഞപ്പോൾ മിക്ക ആർട്ടിസ്റ്റും പറഞ്ഞതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഇതിനകത്തിലെ ഒരു ഉമ്മയുടെ കഥാപാത്രമാണ്. ശരിക്കും ഇത് സിനിമ കണ്ടപ്പോഴേ ഇപ്പോൾ ദിലീപേട്ടൻ, ജയസൂര്യ സാറൊക്കെ ചെയ്തൊരു കഥാപാത്രം ശാന്തപൊട്ട്, പച്ചക്കൂര, അതുപോലത്തെ സിനിമകൾ ചെയ്തു വെച്ച ആൾക്കാർ തന്നെ ചെയ്താൽ കുറച്ചുകൂടി ഹൈപ്പ് കിട്ടുമായിരുന്നു. പക്ഷേ അത് നമുക്ക് സാമ്പത്തികമായിട്ട് അവർ ഹ്യൂജ് എമൗണ്ട് ചോദിക്കുന്നതുകൊണ്ട് നമുക്കത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയി പോയിട്ടുണ്ടോ? റായ് സിദ്ദിഖേട്ടൻ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തെറ്റ് പറയാനൊന്നും ഇല്ല. ആദ്യത്തെ അഭിനയം പറയാൻ പറ്റും. സിനിമ ആദ്യത്തെയാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമ അഭിനയം ആദ്യത്തെ നായകനായിട്ട്. അപ്പോൾ അതൊരു പൂർണ്ണതയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ റോഷ്നി എന്ന നായികയും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രണയമുണ്ട്, പ്രതികാരമുണ്ട്, അതിലെ ചില സെന്റിമെന്റ്സ് എല്ലാം കൂടി നല്ലൊരു സിനിമയാണ്. അപ്പോൾ കാണാനുള്ള പ്രേസോട് എന്താ പറയുന്നത്? കാണാനുള്ള പ്രേസോട് എന്താ പറയുക? പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന എൻ്റെ മകളാണ്. എൻ്റെ മകളെ അല്ല ഇത് ആദ്യം ഞങ്ങൾ കാസ്റ്റ് ചെയ്തത്. ഒരു തമിഴ് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതെ, മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഒരുപാട്. ഇതിനകത്ത് ഒരു കഥ പറയുന്ന നേരം എന്നുള്ള പേരാണെങ്കിലും പല കഥകൾ പറയുന്നത് അത് ഈ സിനിമ കാണുമ്പോൾ അറിയാം. കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ ചിന്തിക്കേണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് കൂടുതലുണ്ട്. എല്ലാവർക്കും ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ല, എല്ലാവരുടെയും പോസ്റ്ററും ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതൊരു സിനിമാക്കാർക്കിടയിൽ ഒരു പുതുമയാണല്ലോ. അതെ, നമ്മളെല്ലാവരുടെയും ഇതിനകത്ത് ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പോസ്റ്റർ ഞങ്ങൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഡയലോഗ് കൊടുത്തു. പുതുമ നടന്മാർക്ക് ഒരു വെല്ലുവിളിയാകും അത് എല്ലാവരെയും വെല്ലുവിളിയെന്നല്ല ഞാൻ പറയുന്നത്, ഈ പുതുമുഖങ്ങൾ വരണം. കാരണം ഇവിടെ നമുക്ക് ആർട്ടിസ്റ്റ് നമുക്ക് വളരെ കുറവായതുകൊണ്ട് ഇപ്പം നമ്മൾ ചെന്നിട്ട് ഓരോ ആർട്ടിസ്റ്റിനോട് ഇന്നത്തെ കാലത്ത് സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പോലും പടങ്ങൾ വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സും പ്രേമലുക്കെ സ്റ്റാർ വാല്യൂ അധികം സ്റ്റാറുടെ ഇല്ലല്ലോ അദ്ദേഹത്തിന്. സാധാരണ അമ്മയിൽ ഉയർന്ന പൊസിഷനിലല്ല എങ്കിലും നല്ല രീതിയിൽ പടം വിജയിച്ചു. അതെ, നല്ല കളക്ഷനായിരുന്നു എന്ന് പറഞ്ഞ പോലെ. നമ്മളിപ്പോൾ ഞാൻ മെയിനായിട്ട് ഊന്നി പറഞ്ഞത്, നമുക്കിപ്പോൾ ആർട്ടിസ്റ്റിന് വളരെ കുറവാണ്. ഉള്ള ആർട്ടിസ്റ്റ് എല്ലാവരും തിരക്കാം. അപ്പോൾ പുതിയ ആൾക്കാർ വരണ്ടേ, എന്നെങ്കിലല്ലേ നമുക്ക് തിരക്ക് ഇല്ലാത്ത ആൾക്കാരെ കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് സിനിമ എന്ന് പറഞ്ഞ ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 2 ആഴ്ച ഓടിയിട്ട് ഓടിക്കാറില്ലല്ലോ. ഇപ്പോൾ 6-7 സിനിമയാണല്ലേ ഒരാഴ്ച ഇറങ്ങി. ഒരാഴ്ച 6-7 കഴിഞ്ഞ ആഴ്ച 7 സിനിമ ഇറങ്ങിയാണ്. എണ്ണി നോക്കണം, എണ്ണി നോക്കുമ്പോൾ അറിയാം. ഈ പ്രാവശ്യം 4 സിനിമ ഇറങ്ങി. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരു വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ദിവസങ്ങളിൽ 12 സിനിമ ഇറങ്ങുന്നുണ്ട്. അതെ, സത്യം പറയാൻ നമുക്ക് ചില സമയത്ത് വിഷമം ഉണ്ടാവും. കാരണം പുതുമുഖങ്ങൾ അഭിനയിക്കുകയാണെങ്കിലും നല്ല കഥയും തിരക്കഥയും മറ്റ് സംഭാഷണമായാലും എല്ലാം എൻ്റെ ക്യാമറ വർക്കും എല്ലാം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ പരീക്ഷയ്ക്ക് 1 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു.
അതിൽ 50,000 പേരായിരിക്കും വിജയിക്കുന്നത് ചില സമയത്ത്, ബാക്കിയുള്ളവർ പരാജയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലും സിനിമയെ എങ്ങനെയാണ് വിലയിരുത്തും താങ്കൾ ഈ സിനിമ? പക്ഷെ അത് നമ്മുടെ സിനിമയിൽ അങ്ങനെ പോലും വിലയിരുത്താൻ പറ്റുന്നില്ല. അവിടെ 50 പേര് ജയിക്കുന്നെങ്കിൽ ഇവിടെ 50 പേര് പോയിട്ട് 5 പേര് പോലും ജയിക്കാൻ പറ്റുന്നില്ല. 5 പേർക്ക് പോലും ജയിച്ച് നേടാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ സിനിമയിലുള്ള കുഴപ്പമെന്ന് പറയുന്നത്. ആർട്ടിസ്റ്റ് ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആദ്യം പറയാൻ എനിക്ക് ഡേറ്റില്ല, എനിക്ക് ഡേറ്റില്ല, എനിക്ക് 1 വർഷം കഴിഞ്ഞിട്ട് അതിന് 2 വർഷം കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഈ പുതിയ ആർട്ടിസ്റ്റിനെ നമ്മൾ കൊണ്ടുവരാൻ നമ്മളെ പ്രേരിപ്പിച്ചത്, കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ സെറ്റിൽ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ്? എല്ലാവരും വളരെ കോപ്പറേറ്റീവായിരുന്നു. ഞങ്ങൾ വളരെ ഒന്നിനൊന്ന് എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഈ ജാട എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും? ഒരു ജാടയില്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ആർക്കെങ്കിലും വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും? ക്യാരവാനകൾ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും തറയിലാണ് കിടന്നത്. ചോദിക്കുന്നതേ ഇപ്പോൾ ഉള്ള മലയാള സിനിമയിൽ സെറ്റിൽ പോയി കഴിഞ്ഞാൽ 5 വട്ടം ക്യാരവാനൊക്കെ അതിനകത്ത് അതൊക്കെ വേറെ. ഇപ്പം വലിയ ആർട്ടിസ്റ്റ് ആകുമ്പോൾ അവർക്ക് കരയാൻ വേണ്ടി വരും. നമ്മളൊന്നും വലിയ ആർട്ടിസ്റ്റൊന്നുമില്ല. ആർട്ടിസ്റ്റ് ആകുമ്പോൾ പിന്നെ അന്നേരം ചിന്തിക്കാം നമുക്ക് വേണോ വേണ്ട എന്നുള്ളത്. അന്നേരമാണ് ചിന്തിക്കുന്നത്. അതെ. പിന്നെ വിശ്രമമേളകൾ എങ്ങനെയായിരുന്നു ചെലവിട്ടിരുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ? ശ്രമവേളയിൽ ഞങ്ങൾ തമാശ പറയും, കുറേ കഥകൾ പറയും. റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതെ, റെസ്റ്റ് എടുക്കാൻ വേണ്ടി. എടുക്കുന്ന സമയത്തും ഞങ്ങൾ ചില ഫുഡ് കഴിക്കുന്ന സമയത്തും ഒക്കെ സിനിമയുടെ കഥകൾ പറയും, ഈ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ കഥ. പണ്ടത്തെ സിനിമകൾ പോലെയാണോ? ഒട്ടമേശ സമ്മേളനം പോലെയാണല്ലോ. പണ്ടൊരു 2000-ന് മുന്നേ വരെ ക്യാരവാനൊന്നും അധികം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇപ്പോൾ ക്യാരവാനൊക്കെ വന്നോളി ആൾക്കാർ സൗഹൃദങ്ങൾ മറന്നു കഴിഞ്ഞ ദിവസം രാജുവേട്ടനൊക്കെ പറയണ്ടായി. തീർച്ചയായിട്ടും ശരിയാണോ? വളരെ ശരിയാണ് പറഞ്ഞത്. അങ്ങനെ ഓക്കെ, സന്തോഷം.